ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആണ്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ പുതിയൊരാൾ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ അമ്മ ചായയും അതേപോലെ തന്നെ മുട്ട പുഴുങ്ങിയതും ഒക്കെ ഉണ്ടാക്കി വെച്ചിന്. ഇപ്പോൾ രാവിലത്തെ കാൽച്ചായ കുടിച്ചതിന് ശേഷം അക്കു ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അക്കു ഇതാ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിതാ മുറ്റമൊക്കെ അടിച്ചു വാരാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചധികം പണികളും തിരക്കും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഓരോ പണികളൊക്കെ പെട്ടെന്ന് കഴിക്കുകയാണ്. മോന് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അക്കു തലേ ദിവസം വന്നതേനു, നമ്മളിവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ചയൊക്കെ എല്ലാവരും നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇക്കാക്കൻ്റെ വൈഫും വരുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞ് ജസ്റ്റ് 1 മന്ത് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അതിന് ശേഷം പിന്നെ ഇതാ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് പുട്ടാണ് നമുക്ക് രാവിലെ. പുട്ടും അതിലേക്ക് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ മുളകിട്ട കറിയാണ്. അപ്പോൾ ചായ കുടിച്ചതിൻ്റെ ശേഷം പിന്നെ ബാക്കി പണികളും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ മോന് അക്കു ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എമിയും ആ ഒരു ടൈമിൽ എണീറ്റിട്ടാ. അപ്പോൾ എണീറ്റ പാടെ തന്നെ ഓനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവൻ്റെ കൂടെ പോവാനും. പിന്നെ ഓന് കുറച്ച് നേരമൊക്കെ എമീനെ എടുത്ത് കളിപ്പിക്കുകയാണ്. അപ്പോൾ ഓനക്ക് പോകാനുള്ള ടൈമൊക്കെ ആയിരുന്നാലും ഓനെ എണീറ്റപ്പം എന്താണ് കുറച്ച് നേരമൊക്കെ ഒന്നെടുത്ത് കൊണ്ടെടുക്കുകയാണ്. രാവിലെ തന്നെ സൈക്കിൾ ഓട്ടലും അങ്ങനത്തെ ഓരോ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുറ്റത്ത് നിൽക്കാനും. അതേപോലെ തന്നെ നമ്മളെല്ലാവരും രാവിലെ അത്ര വെയിലുണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ മുറ്റത്ത് ഇങ്ങനെ കൊണ്ട് നടക്കും. ഓനെ ചെടി നനയ്ക്കലും അങ്ങനത്തെ ഓരോ പണികളൊക്കെ കൂടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഓന് പോകുന്നതൊക്കെ അങ്ങനെ നോക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഓനും ബോളൊക്കെ ഏറ്റ് നല്ല കളിയിലാണ്. പിന്നെ എന്നും രാവിലെയുള്ള പരിപാടിയാണ് കേട്ടോ. മീൻ വന്നാൽ അത് കാണാൻ പോലും നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ ഒന്ന് പോയി നോക്കട്ടോ. നല്ല ഇഷ്ടമാണ് കാണാൻ, മീനൊക്കെ ഇങ്ങനെ കാണാനും. അതേപോലെ തന്നെ മീൻകാരൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവനക്ക് അറിയാം കേട്ടോ മീൻ വരിക എന്നുള്ളതൊക്കെ. പിന്നെ അതാ ബൈക്കിലൊക്കെ കയറിയിട്ടുണ്ട്. ബൈക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ ഒന്ന് അതിലിങ്ങനെ നിർത്തിച്ച് നോക്കുകയാണ്. ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴും അതേമാതിരി ഹെൽമെറ്റ് കാണുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്, ഭയങ്കര കരച്ചിലുമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ നൈബറാണ് കേട്ടോ അത്, സജിയാക്ക. അപ്പോൾ സജിയാക്ക ഓനെ കണ്ടപ്പോൾ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അപ്പോൾ കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാറിന് ചാവിയൊക്കെ കൊടുത്തിട്ട് ഓനെങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഓന് പെട്ടെന്ന് തന്നെ ഇതാ അങ്ങോട്ട് പോയിന്. കാറൊക്കെ കണ്ടപ്പോൾ വേഗം കാറിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓൻ്റെ വിചാരം ഇപ്പോൾ കൊണ്ടുപോകുന്നൊക്കെയാണ്. അങ്ങനെ കാറിലൊക്കെ ഇരുന്നിട്ട് എനിക്ക് ടാറ്റ തരികയാണേ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് തന്നെ കയറി ബാക്കി പണികളൊക്കെ അവിടെ ബാക്കിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ടൈം പോവുകയും ചെയ്യും. ഒരു പണികളും ഒന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ് ഉണ്ട്, ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഉണ്ട് കേട്ടോ. കാരണം ഇന്ന് ചെറിയ വാവ വരികയാണല്ലോ. അപ്പോൾ ഞാനും മോനും കൂടി ഇങ്ങനെ ഓരോ പണികളും ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഓനെ ഉറക്കിയിട്ട് ചെയ്യാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ ഓനെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യുകയാണ്. ഓരോ തുടയ്ക്കലും അങ്ങനത്തെ പണികളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഉമ്മക്ക് കിച്ചണിലുള്ള പണികളും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളിതാ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ കഴിക്കും. പിന്നെ ഇതാ അടിച്ചു വാരലും അങ്ങനത്തെ ഓരോ ക്ലീനിങ് പരിപാടികളൊക്കെ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എമി ഇതാ ചെയറൊക്കെ ആയിട്ട് എൻ്റെ ഫോണും ട്രൈപ്പോഡൊക്കെ ഉന്തി കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടിട്ടില്ല. ഭാഗ്യത്തിന് ഫോണൊന്നും വീണിട്ടുമില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഫോണും ട്രൈപ്പോഡും വെക്കുന്നത് കണ്ടാൽ പിന്നെ അതൊക്കെ താഴെ ഇടുന്ന പണിയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ മോനെ കുളിപ്പിച്ച് ചോറ് കൊടുത്ത് അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിനി. അപ്പോൾ നമ്മൾ എല്ലാ പണികളും നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നും കഴിയില്ലല്ലോ. പിന്നെ മാറ്റി കൊടുത്ത് അപ്പം ഇവർ ഇക്കാക്കൻ്റെ വൈഫിനെയൊക്കെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉപ്പക്ക് എമീനെ കൊണ്ടുപോകാൻ തന്നെ വേണം കേട്ടോ, കാറിൽ പോകാനായതുകൊണ്ട്. അങ്ങനെ ഒരു 3 ആളുമാണ് ഇപ്പോൾ പോണത്. ഞാൻ പോകണില്ല, കാരണം എനിക്ക് കുറച്ചും കൂടി പണികളുണ്ട്. പിന്നെ കുളിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എമി പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഒരു വരുമ്പോഴത്തേന് പെട്ടെന്ന് തീർക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓനക്ക് ഞാൻ ഇല്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാറിലായതുകൊണ്ട്.
ടാറ്റണ്ട. അപ്പം ഞാൻ വരണ്ട? വേണ്ടാന്ന്. ഞാനില്ല. ഏയ് ഞാൻ വേണമെന്നൊന്നുമില്ല. ടാറ്റ. ടാറ്റ. വെള്ളം കുടിച്ചോണ്ടിട്ടാണ്. പോവാണ്. അപ്പോൾ ഓനക്കൊരു കുഴപ്പമില്ല, ഉമ്മൻ്റെ ഉപ്പൻ്റെ ഒക്കെ കൂടെ പോയിട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് തന്നെ റൂം ഒന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ക്ലീനാക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ ഓരോ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് വെക്കുകയാണേ, ഒരു വരുമ്പോൾ പിന്നെ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോകണ്ടല്ലോ. അപ്പോൾ ഓരെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ടൈമിൽ തന്നെ പിന്നെ ഒരു വന്നിട്ടോ. അപ്പോൾ മാഷാ അല്ലാ നമ്മളെ വീട്ടിലെ 5ാമത്തെ പേരക്കുട്ടിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇപ്പോൾ 40 ദിവസമാണ് ആയത് ഇന്നത്തേക്ക്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഓരൊക്കെ ഇതാ ഉച്ച ഒരു ടൈമിലായപ്പോഴത്തേന് എത്തിനെ. അപ്പോൾ ഞാൻ വേഗം തന്നെ മോനെ വാങ്ങി ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എമിക്ക് ഐസൂനെ കിട്ടിയപ്പോൾ പിന്നെ ഇന്നൊന്നും വേണ്ട കേട്ടോ. എന്നെ കാണിയിട്ടുള്ള പ്രശ്നങ്ങളും ഒന്നുമില്ല. ഓന് അവിടെ ഐസൂൻ്റെ അടുത്ത് മടിയിലിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ മോനായിട്ട് ഉള്ളിലേക്ക് കയറാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എമീനൊക്കെ എടുത്ത്. അപ്പോൾ ഓനക്ക് ഐസൂനെ കിട്ടിയപ്പം പിന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കളിക്കാനൊരാളായല്ലോ. ഇപ്പോൾ പിന്നെ നമ്മളിപ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാവും. ഇപ്പോൾ വൈകുന്നേരം ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പം എമിക്ക് ഇന്ന് ഉറക്കേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ വാവനെ പുറത്തൊക്കെ ഇങ്ങനെ കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെ നൈബേഴ്സും ഒക്കെ വാവനെ കാണാൻ വേണ്ടി വന്നിന് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ നല്ല കളിയാണ് മോന്. അപ്പോൾ മോൻ്റെ പേര് ആദം മുഹമ്മദ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ മക്കളെല്ലാവരും നല്ല കളിയിലൊക്കെ ആണ്. മുറ്റത്തും അകത്തൊക്കെ ആയിട്ട് നല്ല കളിയിലാണ് കേട്ടോ. ചായ കുടിക്കലും അങ്ങനത്തെ ഓരോ പരിപാടിയിലാണ്. ഇപ്പോൾ വൈകുന്നേരം ടൈം ആയപ്പോൾ നമ്മളെ നൈബേഴ്സും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ മോനെ കാണാനൊക്കെ. പിന്നെ ഞാനും വന്നതിന് ശേഷം ഓരോന്നും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളെ നൈബേഴ്സും ഒക്കെ ആണ് കേട്ടോ എല്ലാവരും. ഇപ്പോൾ ഏകദേശം ഒരു മഗ്‌രിബ് സമയമാണ്. അപ്പോൾ ഇത്താത്തയും ചിപ്പിയും ഒക്കെ വന്നിട്ട്. അപ്പോൾ ഇത്താത്തപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വന്നത്, വൈകുന്നേരമായിന്. അപ്പോൾ എനിക്ക് പിന്നെ ചിപ്പിനെ കണ്ടപ്പോൾ പിന്നെ ഡബിൾ ഹാപ്പി ആയിന് കേട്ടോ. ഇപ്പം ഞാൻ ഓനെ കാണലേ ഇല്ല, കാരണം ഓരെ കൂടെ തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഫുഡ് കൊടുക്കലൊക്കെ ചിപ്പിയെന്നാണ്. ഇപ്പം ചിപ്പി എന്തുണ്ടാക്കണം പറഞ്ഞു? I'm making pani puri. First we have to make our masala. ഇതാണ് മസാല. അപ്പോൾ എനിക്ക് പാനിപൂരി ഇഷ്ടമാണ്. എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അല്ലേ ഒരു സന്തോഷം കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിലെന്തൊക്കെയാണ് ആഡ് ചെയ്തത്? ഇതിൽ പൊട്ടാറ്റോ, ഉപ്പ്, മല്ലിച്ചപ്പ്, ഉള്ളി, മഞ്ഞൾപ്പൊടി. പുഴുങ്ങി എന്നിട്ട് പൊട്ടാറ്റോ. പുഴുങ്ങി പൊട്ടാറ്റോ. ഉള്ളി പുഴുങ്ങേണ്ട ആവശ്യമില്ല. ഇക്ക് ഹലോ ഗൈസ്, നമ്മൾ ഒരു പാനിപൂരി തിന്നാൻ പോവാണ്. ആരാ ഫസ്റ്റ് വിചാരിക്കുക ഓലെ വിന്നർ. അപ്പോൾ ഇവിടെ ഇതാ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും. അപ്പോൾ ഐസൂന് ഇഷ്ടമായിട്ട് ഇപ്പോൾ താത്ത വരുമ്പോൾ വാങ്ങി വന്നതാണ്. ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങി വന്നിട്ട് പിന്നെ നമ്മൾ തന്നെ പൊട്ടാറ്റോ ഒക്കെ വേവിച്ചിട്ട് ഉണ്ടാക്കിയാട്ടോ. അപ്പോൾ കഴിക്കാനും കുറച്ചും കൂടി നല്ലതാവുമല്ലോ കുട്ടികൾക്കൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ. അപ്പം എമിക്കൊക്കെ ഇഷ്ടമായിട്ട് നല്ല. അപ്പോൾ അക്കുതാ ഓരോരുത്തർക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒക്കെ ഉണ്ടാകുമ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല രസമാണ്. പെട്ടെന്ന് സമയം പോവുകയും ചെയ്യും. നമ്മളെ വീട്ടിലിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ നല്ല രസമാണല്ലോ. മക്കളും ഒക്കെ എല്ലാവരും മാഷാ അല്ലാ നല്ല രസമാണ്. പിന്നെ രാത്രി ആയപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇന്നിപ്പോൾ നമുക്ക് സാദാ ചോറും ചിക്കൻ മുളകിട്ടതും അതേപോലെ തന്നെ ചിക്കൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ രാത്രിയിലേക്കുള്ള ഫുഡിന്. അപ്പോൾ ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കിടക്കാനൊക്കെ വേണ്ടി പോവാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ താഴെ
കിടന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിതാ മുകളിലേക്കാട്ടെ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും മുകളിലേക്ക് കിടക്കാൻ വേണ്ടി പോയപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ തന്നെ വന്നിന് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഒരുമിച്ചൊക്കെ കിടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്കിതാ AC ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. റിമോട്ടൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.